കേരള വിഷൻ ന്യൂസ് ഇടുക്കി. രവീന്ദ്രൻ പട്ടയ നടപടികൾക്കായി സ്ഥാപിച്ച സ്പെഷ്യൽ ഓഫീസ് പ്രവർത്തനം അവതാളത്തിലെന്ന് ആരോപണം. തുടർ പ്രവർത്തന അനുമതിയില്ലാത്തതിനാൽ 2 മാസമായി ജീവനക്കാർക്ക് ശമ്പളവും നൽകിയിട്ടില്ലെന്ന് ആരോപിച്ച് NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇടുക്കി ദേവികുളം താലൂക്ക് ഓഫീസിന് മുൻപിൽ ധർണാ സമരം നടത്തി. ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ റദ്ദു ചെയ്ത രവീന്ദ്രൻ പട്ടയങ്ങൾ പരിശോധന നടത്തി അർഹതപ്പെട്ടവർക്ക് പട്ടയം നൽകുന്നതിനായിട്ടാണ് സ്പെഷ്യൽ ഓഫീസ് അനുവദിച്ചത്. എന്നാൽ 1 വർഷം മാത്രമായിരുന്ന സ്പെഷ്യൽ ഓഫീസിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ അനുമതി നൽകിയിട്ടില്ല. ഇതോടെ ഓഫീസിന്റെ പ്രവർത്തനം നിലച്ചു. മാത്രവുമല്ല, രവീന്ദ്രൻ പട്ടയങ്ങളുടെ നടപടികളും പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ഓഫീസിന് തുടരനുമതി ലഭിക്കാത്തതിൽ നിയമിച്ചിരുന്ന ജീവനക്കാർക്ക് കഴിഞ്ഞ 2 മാസമായി ശമ്പളമില്ലാത്ത അവസ്ഥയാണ്. ഇതോടെയാണ് പ്രതിഷേധവുമായി NGO അസോസിയേഷൻ രംഗത്തെത്തിയത്. ദേവികുളം താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് S. വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് എന്റെ കണക്ക് ശരിയാണ്, 11 ഉദ്യോഗസ്ഥന്മാരെ റവന്യൂവിൽ തന്നെ മറ്റ് ഓഫീസുകളിൽ നിന്ന് അവരെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ഓഫീസിന് രൂപം നൽകിക്കൊണ്ട് രവീന്ദ്രൻ പട്ടയത്തിന്റെ മുഴുവൻ പട്ടയങ്ങളും ക്യാൻസൽ ചെയ്യുന്നതിന് വെരിഫൈ ചെയ്തുകൊണ്ട് അവർക്ക് പുതിയ പട്ടയം കൊടുക്കുന്നതിന് വേണ്ടി നടപടിയുമായിട്ട് 2024 ജനുവരിയിൽ ഈ സർക്കാർ ഉത്തരവിറക്കി മുമ്പോട്ട് പോയി. എന്നാൽ അത് ഇന്ന് എത്തരത്തിലിരിക്കുന്നതിന്റെ ഏക ഉദാഹരണമാണ് ഇന്ന് പ്രതിഷേധം. ഓഫീസ് അനുവദിക്കാത്തതിനാൽ നിലവിൽ ഓഫീസ് പ്രവർത്തിക്കുന്നത് തഹസിൽദാരുടെ ഔദ്യോഗിക വസതിയിലാണ്. 11 പേർ വേണ്ട ഓഫീസിൽ ആകെയുള്ളത് 6 പേർ മാത്രം. ഇതിൽ 4 പേർ വർക്ക് അറേഞ്ച്മെന്റിൽ എത്തിയവരാണെന്നും റദ്ദു ചെയ്ത പട്ടയ ഫയലുകൾ പോലും ഈ ഓഫീസിന് കൈമാറിയിട്ടില്ലെന്നും S. വിജയകുമാർ കുറ്റപ്പെടുത്തി. വിഷയത്തിൽ കോൺഗ്രസ് ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്നും വിജയകുമാർ മുന്നറിയിപ്പ് നൽകി. രാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന സമിതി അംഗം റോയ് PJ മുഖ്യപ്രഭാഷണം നടത്തി. ജാസിഫ് P, പോൾമണി, സാബു ജോസഫ്, രാംകുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കേരള വിഷൻ ന്യൂസ് ഇടുക്കി. വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം.